അടുത്ത ഞായറാഴ്ച പോവാ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്ത് നടക്കാണ്ട് പോയൊരു യാത്രയിലേക്കാട്ടോ ഇന്ന് ഞാനും ഉണ്ണിയും പോന്നേ. ഇത് പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇന്നലെ രാത്രി ഓളെന്നെ വിളിച്ചത്, ചേച്ചി നമ്മൾ ഇന്ന് പോവുകയെന്ന്. അങ്ങനെ അങ്ങ് പോവുക കേട്ടോ. ഇനിയും പ്ലാൻ ചെയ്യാൻ നിന്ന് നമ്മൾ ഒരിക്കലും പോകലുണ്ടാവില്ല. അങ്ങനെ നമ്മൾ രണ്ടാളും രാവിലത്തെ 7 മണീൻ്റെ ലോക്കലിന് കയറി കോഴിക്കോട് ഇറങ്ങി. ആടെ നമ്മളെ മേൽപ്പയനി ക്ഷേത്രത്തിലെത്തിയിട്ടോ. അമ്മാളൊക്കെ ഇതിനു മുന്നേ പോയി വന്നിനെ. അന്നേ അവളൊക്കെ പറയലുണ്ടായിരുന്നു, അടിപൊളി ചേച്ചിയെ, നല്ല അമ്പല, നമുക്ക് പോയിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി അന്തരീക്ഷം എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളടത്തി തൊഴുതിറങ്ങി. പിന്നെ അന്നദാനത്തിന് 12:45 കേട്ടോ. നമുക്ക് പിന്നെ ഏത് അമ്പലത്തിൽ പോയാലും അന്നദാനമാണല്ലോ പ്രധാനം. അങ്ങനെ ആ സമയം വരെ നമ്മൾ ആടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയെന്നേ. അവിടെ നിന്ന് ചോറും തിന്നിട്ട് വേണം നമുക്ക് 2 മണിൻ്റെ ട്രെയിനിന് തിരിച്ചു വരാൻ. രാവിലെ നേരത്തെ എത്തിയതിനെ കൊണ്ട് തന്നെ ഒരുപാട് സമയം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. 12:45 വേണ്ടിയിട്ട് പയ്യ സമയത്ത് നമ്മളൊരു റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ണി ആദ്യം സ്റ്റെപ്പ് പഠിക്കുകയാണേ. അതിനുശേഷം അവൾ എന്നെ പഠിപ്പിച്ചെന്ന് നമ്മളൊരു റീൽസൊക്കെ ചെയ്തിട്ടോ. ആടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഐസ്ക്രീം വാങ്ങാൻ പോയേ. അപ്പോൾ ആടെ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന കേട്ടിട്ട് ആടെ നിൽക്കുന്ന ആളെ നമ്മളോട് ചോദിക്കുക, വടകര പയ്യോളിയ ഭാഗത്താണോ നിങ്ങൾ? നമ്മൾ ചോദിച്ചാൽ എന്താ കേട്ടാൻ, അത് നിങ്ങളെ സംസാരം കേട്ടിട്ട് ചോദിച്ചാന്ന് പറഞ്ഞു. നമുക്ക് എന്നിട്ടും കുറേ സമയം ബാക്കിയുള്ളതിനെ കൊണ്ട് തന്നെ ഇല്ലേ, നമ്മൾ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ടൊക്കെ പോയി അങ്ങോട്ടൊക്കെ കണ്ട് തിരിച്ചൊക്കെ വന്നിട്ടോ. രണ്ടാളും പോയി വന്നവരൊക്കെ പറഞ്ഞ പോലെ അടിപൊളി ഒരു സ്ഥലം കേട്ടോ. അടുത്ത ചോറ് തന്നെ പരിപാടി കേട്ടോ. ഞാൻ ടോക്കൻ കൊടുത്ത് ഇങ്ങനെ അങ്ങനെ ഉച്ചക്ക് അന്നദാനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ട യാത്ര മനോഹരമാക്കിക്കൊണ്ട് ഞാനും ഉണ്ണിയും തിരിച്ചു പോകാം കേട്ടോ നാട്ടിലേക്ക്.